നമ്മൾ ഓൾറെഡി ഇവിടെ പ്രോബ്ലം 2 ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ടൊരു കാര്യം വിട്ടുപോയോ എന്നൊരു സംശയം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പറയുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പം ഞാനത് എന്താ പറയുക പറയാം. ഇനി എന്താണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ആണ് നമുക്ക് കയ്യിലുള്ളത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ഹോമോജീനിയസ് ഇക്വേഷന് ആൾവേസ് എ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൾവേസ് എ ട്രിവിയൽ സൊല്യൂഷൻ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് ഇക്വേഷന് എപ്പോഴും എന്തായിരിക്കും ഒരു ട്രിവിയൽ സൊല്യൂഷൻ പോസസ് ചെയ്യും. അപ്പോൾ ഈ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ആ സൊല്യൂഷനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ y1 എന്ന് എടുക്കുകയാണെങ്കിൽ y1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിരുന്നു ആ ട്രിവിയൽ സൊല്യൂഷൻ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫൈ ഓഫ് ടി എന്ന് എടുക്കുകയാണെങ്കിൽ ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതൊക്കെയാണ് നമ്മുടെ എന്ത് പറയുന്നത് ആ ഒരു ട്രിവിയൽ സൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഹോമോജീനിയസ് ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നമുക്ക് y ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു കാര്യം വിട്ടുപോയായിരുന്നു, അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡെഫിനിഷൻ തന്നെ പഠിക്കാൻ പോവുകയാണ്. ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ലീനിയർ ഇക്വേഷൻസ് ആണെന്ന്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ. സെക്കൻഡ് ഓർഡറിലുള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡറിലുള്ളത് പഠിച്ചു അല്ലേ. ഇനി മുതൽ സെക്കൻഡ് ഓർഡറിലുള്ളതാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഫോമും ജനറൽ ഫോമും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി അതേമാതിരി തന്നെ എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴാണ് ഹോമോജീനിയസ് ആണ് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം എന്താ എന്നൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പറയണത്. ഓക്കെ, ഇപ്പോൾ എന്താ പറയണത് നോക്കാം. എ ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഈസ് സെറ്റ് ടു ബി ഹോമോജീനിയസ്. അത് എന്ത് പറയണം? ഹോമോജീനിയസ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 ഫോർ ആൾ ടി കൺസിഡേർഡ് ആൻഡ് ഈസ് സെറ്റ് ടു ബി നോൺ ഹോമോജീനിയസ് ഇഫ് ജി നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഒരു ജി ഓഫ് ടി എന്ന് പറയുന്നത് 0 ആവണം. ആ ജി ഓഫ് ടി 0 അല്ല, വേറെ എന്തെങ്കിലും കോൺസ്റ്റൻറ്റോ 1ഓ 2ഓ 3ഓ അങ്ങനെ എന്തെങ്കിലും കോൺസ്റ്റൻസോ അല്ലെങ്കിൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടിയോ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇക്വേഷൻസിനെ പറയുന്നതാണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏതാണ്? സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ആ സെക്കൻഡ് ഓർഡറിൻ്റെ ജനറൽ ഫോം എന്തായാലും പഠിക്കുക. y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ഹോമോജീനിയസ് ആവുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ട്, ഫോർ ആൾ ടി കൺസിഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഇഫ് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 ഫോർ ആൾ ടി കൺസിഡേർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഈ ഫോർ ആൾ ടി കൺസിഡേർഡ് എന്നാണ് നമ്മൾ പറയണത്. ഇപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമല്ലോ. അപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു ഏതെങ്കിലും ആ ഒരു ഇക്വേഷൻ പറയുന്നത് ചിലപ്പോൾ ഒരു ഇൻ്റർവെല്ലിലായിരിക്കാം നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതായത് നമ്മൾ ചിലപ്പോൾ ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിലായിരിക്കും ടി എന്ന് പറയുന്നത് ടി ബിലോങ്സ് ടു ദാറ്റ് ഇൻ്റർവെൽ. ടി എന്ന് പറയുന്നത് ആ ഐയിലായിരിക്കും ബിലോങ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന റീജിയൻ നമ്മുടെ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എവിടെയാണോ കൺസിഡർ ചെയ്യണത് അതിനെയാണ് നമ്മൾ ടി കൺസിഡേർഡ് എന്ന് പറയുമ്പോൾ എവിടെയാണോ റീജിയൻ ആ റീജിയനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി പറയുന്നത് ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം. അതായത് നമ്മൾ ഓരോ തരത്തിലുള്ള ഇക്വേഷൻസ് പഠിച്ചു അല്ലേ. അതായത് ആദ്യം നമ്മൾ പഠിച്ചു വന്നത് ലീനിയർ ഇക്വേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ ലീനിയർ ഇക്വേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷനും ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ ഇക്വേഷനും ഒക്കെ നമ്മൾ പഠിച്ചു. അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ഓർഡറിലേക്ക് വന്നത്. അപ്പോൾ ഇനി ഓരോന്നിനും ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്?
y double dash plus p of x into y dash plus q of x into y is equal to 0 എന്ന് പറയുന്നത്. ഓക്കെ, y double dash plus p of x into y dash plus q of x into y is equal to 0 എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഓർത്ത് വെക്കണം. കാരണം എന്തിനത് ഓർത്ത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലൊന്നും ആവില്ല. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലല്ല എന്നൊക്കെ മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ y ഡാഷ് ഇവിടെ y ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ 1 അല്ലേ? പക്ഷേ ചില സമയത്ത് അവിടെ 1 ആവില്ല വരിക, 1ന് പകരം വേറെയുള്ള വാല്യൂസൊക്കെ വരാം. അതായത് 2ഓ 3ഓ അല്ലെങ്കിൽ ഒരു എക്സ് സ്ക്വയറോ വൈ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ല സോറി വൈ സ്ക്വയർ വരില്ല, എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ ടി സ്ക്വയറോ t+2ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ ത്രൂ ഔട്ട് ആ ഇക്വേഷൻ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലേക്ക് ആക്കി എഴുതണം. ഓക്കെ, അതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താവില്ല, ചില സമയത്തൊന്നും സ്റ്റാൻഡേർഡ് ഫോമിലാവില്ല. അപ്പം നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വെക്കണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആക്കുക. അതായത് y ഡബിൾ ഡാഷിൻ്റെ ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് എന്താണ് 1 ആക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുന്ന ആ ഒരു ഫോം അല്ലേ. ഏത് ഇക്വേഷൻ കിട്ടിയാലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷനൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്തൊക്കെ അതന്നെ ചെയ്യാറ്. നമ്മൾ അതിനെന്ത് ചെയ്യുകയാണ്, സ്റ്റാൻഡേർഡ് ഫോംസിലേക്ക് നമുക്ക് അറിയുന്ന ഫോംസിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറ്. ഓക്കെ, അത്രയുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു പുതിയൊരു ടേം പഠിപ്പിക്കുകയാണ്. എന്താണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ നമ്മളൊരു വരുന്ന തിയറത്തിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ്. ഇനി പുതിയൊരു ടേം ഉപയോഗിക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ എപ്പോഴോ ഫസ്റ്റ് ഓർഡർ പറയുന്ന സമയത്ത് ഞാൻ ഈ ഒരു ടേം വെറുതെ നിങ്ങൾ അറിയാണ്ട് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അതെന്താണെന്ന് ഒന്നുകൂടി കുറച്ച് വൃത്തിക്ക് പറയുകയാണ്. എന്തിനു വേണ്ടി, നമുക്ക് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്താണ് ആ ഒരു സംഭവം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെഫിനേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പുതിയൊരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് പി ആൻഡ് ക്യൂ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ എൻ ഓപ്പൺ ഇൻ്റർവൽ ഐ, ദെൻ ഫോർ എനി ഫങ്ഷൻ ഫൈ ദാറ്റ് ഈസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഐ, വി ഡിഫൈൻ ദ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എൽ ബൈ ദ ഇക്വേഷൻ എൽ ഓഫ് ഐ ഇസ് ഈക്വൽ ടു എൽ ഓഫ് ഐ. ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മൾ എൽ ഓഫ് ഒരു ക്ലോസ്ഡ് ഫൈ ആണ്, അതായത് ഓപ്പൺ ബ്രാക്കറ്റ് എന്നല്ല, അതായത് ഒരു ഓപ്പറേറ്റർ ഓഫ് എന്നാണ് നമ്മളിവിടെ മീൻ ചെയ്യുന്നത്. നമുക്ക് എന്തിനാ മറ്റേതൊരു ഫങ്ഷൻ ഓഫ് എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റേ ഈ ഒരു സ്മാൾ ബ്രാക്കറ്റ് കൊടുക്കണേ. ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഓപ്പറേറ്ററാണ്, അതുകൊണ്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ്. അത് നമുക്ക് ആ നൊട്ടേഷൻ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എൽ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 5 ഡബിൾ ഡാഷ് പ്ലസ് പി ഇൻറ്റു ക്യൂ ഡാഷ് പ്ലസ് ക്യൂ ഇൻറ്റു 5 എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പിയും ക്യൂ ഒക്കെ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ ഐ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്തുകൊണ്ടാണ് ഞാനത് ഡയറക്റ്റ്ലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത്, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതി പോയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെയാണ് എന്താണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് ചോദിക്കുമ്പോൾ കൺസിഡർ ദ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ലെറ്റ് പി ആൻഡ് ക്യൂ ബി കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ എൻ ഓപ്പൺ interval I, then for any function phi that is twice differentiable on I. അത് twice differentiable on I എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, 2 തവണ അതിനെ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു അല്ലേ, നമ്മുടെ കയ്യിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിന് ഞാൻ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും, 2x വരും അല്ലേ. ഇതിനെ ഒന്നുകൂടി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും, 2 വരും. അപ്പോൾ നമുക്ക് ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനെ ഫൈ എന്ന് വിളിക്കുകയാണ് വിചാരിച്ചോ, ഫൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അത്ര കാര്യങ്ങളാണ് നമ്മളവിടെ മീൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാണ് എൽ ഓഫ് ഫൈ എ വിച്ച് ഇസ് ഈക്വൽ ടു 5 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എ പി സോറി എൽ 5 ഡബിൾ ഡാഷ് പ്ലസ് പി ഇൻറ്റു 5 ഡാഷ് പ്ലസ് ക്യൂ ഇൻറ്റു 5 എന്ന് പറയുന്നത്. നമ്മളിവിടെ എന്താ ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നത്, y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി, അതായത് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ എന്ന് പറയുന്നത്. ഇതിൽ ഈ വൈക്ക് പകരം നമ്മൾ എന്ത് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, 5 എന്ന് പറയുന്ന ഒരു വാല്യൂ
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതായത് ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് എന്തിൻ്റെ മീനിങ്, ഈ എൽ ഓഫ് ഐ എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി എൽ ഓഫ് ഐ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്താ, എൽ ഓഫ് ഐനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണം, എൽ ഓഫ് ഐ ഈസ് എ ഫംഗ്ഷൻ ഓൺ ഐ, ഐയിലുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഈസ് ഡിനോട്ടഡ് ബൈ എൽ ഓഫ് ഐ ആൻഡ് വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓൺ ഐ ആൻഡ് ഇഫ് പി ആൻഡ് ക്യു ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ എൻ ഓപ്പൺ ഇൻ്റർവൽ ഐ ആണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക അല്ലേ. എങ്ങനെ ഡിഫൈൻ ചെയ്യുക, എൽ ഓഫ് ഐ ഇസ് ഈക്വൽ ടു ഫൈ ഡബിൾ ഡാഷ് പ്ലസ് പി ക്യൂ ഡാഷ് പ്ലസ് ക്യൂ ഫൈ എന്ന് പറയുന്നതാണ് നമ്മളിതിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, ഞാൻ നേരത്തെ ക്ലോസ്ഡ് ബ്രാക്കറ്റിൻ്റെയും ഓപ്പൺ ബ്രാക്കറ്റിൻ്റെയും ഡിഫറൻസ് പറഞ്ഞു. നമ്മൾ ഈ എൽ ഓഫ് ഐ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് പി എന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഒരു ടി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ദ വാല്യൂ ഓഫ് എൽ ഓഫ് ഐ അറ്റ് ദ പോയിന്റ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എൽ ഓഫ് ഐ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു. എൽ ഓഫ് ഐൻ്റെ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ടി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഈ ടിക്ക് പകരം നമുക്ക് എന്ത് വാല്യൂസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, 1 2 3 4 5 അങ്ങനെ എന്ത് വാല്യൂസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എൽ ഓഫ് ഫൈ അറ്റ് ടി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഇങ്ങനെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഫൈ ഡബിൾ ഡാഷ് പ്ലസ് ഓഫ് ടി പ്ലസ് പി ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു ഫൈ ഓഫ് ടി. അതായത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഓപ്പറേറ്റർ, അത് അറ്റ് ദ പോയിന്റ് ടിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. ഫൈ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത്, അതായത് ഫൈ ഉണ്ടാവും, അതിനെ നമ്മൾ ട്വൈസ് ഡിഫറൻഷ്യബിൾ ചെയ്ത ഫൈ ഡബിൾ ഡാഷ് കിട്ടും അല്ലേ. അപ്പോൾ അത് ടിയിൽ എന്താണോ അതിൻ്റെ വാല്യൂ എന്ന് നോക്കാം, അങ്ങനെ എഴുതാം, അത്രയേ പറയുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഓപ്പറേറ്റർ എല്ലിന് തന്നെ വേറൊരു തരത്തിൽ കൂടി റിട്ടേൺ ചെയ്യും, അതാണ് ഇവിടെ പറയുന്നത്. ദ ഓപ്പറേറ്റർ എൽ ഈസ് ഓഫൺ റിട്ടേൺ ആസ് എൽ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് പി ഡി പ്ലസ് ക്യൂ വെർ ഡി ഈസ് ദ ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഡി എന്ന് പറയുന്നതിന് നമ്മൾ പറയുക ഡി ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയണതായിരുന്നു അല്ലേ. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഡി സ്ക്വയർ എന്ന് തോന്നില്ല അല്ലേ. ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ ആണ്. അതായത് നമ്മളിവിടെ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ്, ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത്രയാണ് എന്തുണ്ടായിരുന്നുള്ളൂ നമ്മുടെ കയ്യിലുള്ള ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. ഇനി നമ്മളൊരു തിയറത്തിലോട്ട് പോവുകയാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്, നെയിംഡ് തിയറാണ്. ഈ തിയറം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് തവണ ചോദിക്കാനുള്ള അതായത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു തിയറാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പല രീതിക്ക് മാറ്റി ചോദിക്കാവുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ പറയാം എന്താണ് തിയർ എന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് തിയർ എന്ന് പറയുന്നത് വെച്ചാൽ, ഇവിടെ തിയറം 1, തിയറത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് വരാം അല്ലേ. അല്ലാതെ വീണ്ടും നമുക്ക് പറയാൻ പറ്റുന്നതാണ്, നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് തരും, അല്ല ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് തരും, എന്നിട്ട് അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു തരത്തിലും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് തിയറം പറയുന്നത് നോക്കാം. ഇഫ് y1 ആൻഡ് y2 ആർ ടു സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ ഓഫ് y ഈസ് ഈക്വൽ ടു y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0, then the linear combination c1y1 plus c2y2 is also a solution of any values of the constant c1 and c2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ആകെപ്പാട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്തോ മാതിരി തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അവർ. എന്താ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഒരു സെക്കൻഡ് ഓർഡർ ലിനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് സെക്കൻഡ് ഓർഡർ ലിനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന നമ്മുടെ ഇത് എന്ത് ഇക്വേഷനാണ്, ഹോമോജീനിയസ് ആണ് അല്ലേ. അതുകൂടി ശ്രദ്ധിക്കണേ, നമ്മൾ ഹോമോജീനിയസ് കേസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഹോമോജീനിയസ് ആണ്, സെക്കൻഡ് ഓർഡർ ലിനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു എൽ ഓഫ് ഐ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ എന്തിനെ റീപ്ലേസ് ചെയ്ത് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഈ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് y1 എന്ന് പറയണം, y2 എന്ന് പറയുന്നത്. ഇതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് കിട്ടി, y1 y2 എന്ന് പറയുന്നതാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ y1ൻ്റെയും y2ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ, എന്താ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്, അതായത് ഈ c1 y1 പ്ലസ് c2 y2 എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ കോമ്പിനേഷൻ, വെർ c1 ആൻഡ് c2 ആർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും അതായത് നമുക്ക് ആ പുതിയ കിട്ടിയത് y1 y2 നമുക്ക് ഓൾറെഡി സൊല്യൂഷൻ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ c1 y1 പ്ലസ് c2 y2 എന്ന്
പറയുന്നത് ഈസ് ആൾസോ എ സൊല്യൂഷൻ ആണെന്ന് നമ്മളോട് കാണിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സൊല്യൂഷൻ ആണെന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? ലീനിയർ ആണ്, സെക്കൻഡ് ഓർഡർ ആണ്, അതേമാതിരി ഹോമോജീനിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൊല്യൂഷനാണ് y1 y2 എങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ y1 + y2 എന്നോ അല്ലെങ്കിൽ c1 y1 + c2 y2 എന്ന് പറയുന്നത് ഈസ് ആൾസോ എ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ c1 y1 എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിൽ തരാം കേട്ടോ. ഈ c1ന് നമുക്ക് ഓരോ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. c1ഉം c2 ഞാൻ 1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എന്തായിട്ട് മാറും? y1 + y2 എന്ന് പറയാം അല്ലേ. ഇനിയിപ്പോൾ c1ന് പകരം ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് c2ക്ക് 1ഉം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക 2y1 + y1 എന്ന് പറയുന്ന ഫോമിൽ വരാം. അങ്ങനെ പലതരത്തിലുള്ള ഫോം വരാം അല്ലേ. c1ഉം c2ഉം വേരി ചെയ്യുന്നതിനനുസരിച്ച് മാറി വരാം. ഇപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇഫ് y1 and y2 ആർ ടു സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ L of I ഈസ് ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ, ദെൻ y1 + y2 ഇങ്ങനെ ചോദിക്കാം. ദെൻ y1 + y2 ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ദി കോൺസ്റ്റൻറ്റ്. അത് ഈ y1 + y2 എന്താണ്? സൊല്യൂഷൻ ആണെന്ന് കാണിക്കാൻ പറയാം. അല്ലെങ്കിൽ y1 + 2y2 ഈസ് എ സൊല്യൂഷൻ ആണെന്ന് കാണിക്കാൻ പറയാം. അപ്പോൾ അങ്ങനെ മാറ്റി ചോദിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? പിന്നെ എങ്ങനെ ഇതിൻ്റെ പ്രൂഫ് പറയണത് നോക്കാം. പ്രൂഫ് കൂടിയും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ലെറ്റ് y1 and y2 ബി എനി സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. y1ഉം y2 എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുക. എന്താണ് സൊല്യൂഷൻ? L of y ഈസ് ഈക്വൽ ടു y ഡബിൾ ഡാഷ് പ്ലസ് p of t into y ഡാഷ് പ്ലസ് q of t into y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്ത് പറയണം? എടുക്കണം. അങ്ങനെയാണെങ്കിൽ y1ഉം y2ഉം ഇതിൻ്റെ രണ്ട് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? y1ഉം y2ഉം ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? അപ്പോൾ നമുക്ക് അതിനെന്ത് പറയാം? y1 സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y1 ഡബിൾ ഡാഷ് പ്ലസ് p of t into y1 ഡാഷ് പ്ലസ് q of t into y1 is equal to 0. y2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y2 ഡബിൾ ഡാഷ് പ്ലസ് p of t y2 ഡാഷ് പ്ലസ് q of t into y2 is equal to 0 ഒന്നുമില്ല. നമ്മുടെ രണ്ട് y1ഉം y2 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ y1ഉം y2 എന്ത് ചെയ്യണം? ആ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ y-ക്ക് പകരം y1 റീപ്ലേസ് ചെയ്യുക. അതായത് ഈ ഒരു ഇക്വേഷനിൽ y-ക്ക് പകരം y1 റീപ്ലേസ് ചെയ്യുക, y2 റീപ്ലേസ് ചെയ്യാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് ശരിക്കുള്ള മെത്തേഡല്ല, അവിടെ കാര്യം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അല്ലാത്തവരെന്താണ് അത് സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ധാരണയിൽ തന്നെ മനസ്സിൽ വയ്ക്കും. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? y ഈസ് ഈക്വൽ ടു c1 y1 + c2 y2 എന്ന് പറയുന്നത് ഈ ഒരു തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് കാണിക്കേണ്ടത് അല്ലേ. ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഈ L of y-ൽ L of y-ൽ y-ക്ക് പകരം നമ്മൾ ഈ c1 y1 + c2 y2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നമ്മളിവിടെ നോക്കിക്കേ, L of y1, അതായത് y1 എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? L of y1 is equal to 0 എന്നല്ലേ നമ്മളിവിടെ എഴുതിയത്. ഇവിടെ നോക്കിക്കേ, L of y1 is equal to 0 എന്ന് പറയുന്നത് അല്ലേ. അതായത് അതേമാതിരി നമുക്ക് എന്താ പറയുന്നത്? c1 y1 + c2 y2 ഒരു സൊല്യൂഷൻ ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. L of c1 y1 + c2 ഇവിടെ ഒരു c2 ഉണ്ട്, c2 y2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? c1 y1 + c2 y2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണ് പറയണത് നോക്കിയാൽ. ഇപ്പോൾ L of c1 y1 + c2 y2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ഫസ്റ്റത്തെ ടേം എന്താണ്? y ഡബിൾ ഡാഷ് എന്നാണ് അല്ലേ. ഇപ്പോൾ y-ക്ക് പകരം ഇവിടെ c1 y1 + c2 y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? c1 y1 + c2 y2 ഡബിൾ ഡാഷ് പ്ലസ് p of t into y1 y ഡാഷ്. y ഡാഷിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ടേം ഇവിടെ റീപ്ലേസ് ചെയ്തതാണ്. ആൻഡ് q of t into y1 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? c1 y1 c2 y2 എന്ന് അറിയാം. ഓക്കെ, ഇനി നമ്മളിതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. അതായത് ഇത് മീനിങ് എന്താ ചെയ്യുന്നത്? c1 y1 + c2 y2നെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? c1 y1 ഡാഷ് + c2 y2 ഡാഷ് എന്നും ഇതിനെ p of t into c1 y1 ഡാഷ് + c2 y2 ഡാഷ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
അല്ലേ? പിന്നെ ക്യൂ ഓഫ് ടി ഇൻറ്റു C1y1 പ്ലസ് C2y2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ നമ്മളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ഈ ടേംസ് എടുക്കുക, C1y1 ഡാഷ്, ഇതിലെ P ഓഫ് ടി ഇൻറ്റു C1y ഡാഷ്, ദെൻ ഇവിടെ ഒരു ക്യൂ ഓഫ് ടി ഇൻറ്റു C1y1 എന്ന് പറയുന്ന ഇത്രയും ടേം ഉണ്ട് അല്ലേ? അത്രയും ടേംസിനെ നമ്മൾ ഒരുമിച്ച് എഴുതുക, ബാക്കിയുള്ള ടേംസിനെ നമ്മൾ ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഈ ഒരു ടേമിലൊക്കെ നമുക്ക് C1 കോമൺ ആണല്ലേ? അപ്പോൾ ആ C1നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? C1 ഇൻറ്റു y1 ഡബിൾ ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു y1 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y എന്ന് കിട്ടും. അതേമാതിരി തന്നെ ഈ ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള ടേംസിൽ ഇവിടെ ഒരു ഒക്കെ C2 കോമൺ ആണ്. അപ്പോൾ C2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? y2 ഡബിൾ ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു y2 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y2 0 എന്ന് വരും. ഒന്നുമില്ല, നമ്മൾ C1y ആ ഒരു തന്ന ഇക്വേഷനിൽ C1y1 പ്ലസ് C2y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നൊന്ന് നോക്കിക്കേ. C1 ഇൻറ്റു ബ്രാക്കറ്റിൽ ഒരു സംഭവം, C2 ഇൻറ്റു ബ്രാക്കറ്റിൽ, ഈ ബ്രാക്കറ്റിലുള്ളതൊക്കെ ഒന്ന് നോക്കിക്കേ. y1 ഡബിൾ ഡാഷ് പ്ലസ് P ഓഫ് ടി ഇൻറ്റു y1 ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y1 അതേമാതിരി തന്നെ ഈ ഒരു ടേം നോക്കുക. ഇത് നമ്മുടെ എന്താണ്? മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? L ഓഫ് y1 L ഓഫ് y2 ആണ് അതൊക്കെ അല്ലേ? L ഓഫ് y1 ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? 0 ആണ്. L ഓഫ് y2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതല്ലേ നമുക്കിപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ C1 ഇൻറ്റു ഈ ഒരു ടേം എന്ന് എഴുതി, അതുമാതിരി തന്നെ C2 ഇൻറ്റു ഈ ഒരു ടേം എന്നാണ് നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ടേംസിന് പകരം എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം? അതായത് ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം? L ഓഫ് y1 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം? L ഓഫ് y2 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. സോ അത് എന്തായിട്ട് മാറും? C1 ഇൻറ്റു L ഓഫ് y1 പ്ലസ് C2 ഇൻറ്റു L ഓഫ് y2 എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ മുകളിൽ ആ ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് L ഓഫ് y1 ഇസ് ഈക്വൽ ടു 0. കാരണം എന്താണ്? y1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ പറഞ്ഞിരുന്നത്? അപ്പോൾ L ഓഫ് y1 0 ആണ്. അപ്പോൾ C1 അതായത് C1 ഇൻറ്റു 0 എന്ന് വരും, പ്ലസ് C2 L ഓഫ് y2 0 ആണ്. അപ്പോൾ C2 ഇൻറ്റു 0 എന്ന് വരും. ഇപ്പോൾ 0 പ്ലസ് 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L ഓഫ് C1 y1 പ്ലസ് C2 y2 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താണ്? അതായത് y1 പ്ലസ് y2 എന്ന് പറയുന്നത് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദെയർഫോർ y ഈസ് ഈക്വൽ ടു C1 y1 പ്ലസ് C2 y2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എനി വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റൻറ്റ് C1 and C2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൂഫിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് പറയാം. നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ അത് എഴുതി വെച്ചു. അപ്പോൾ y1 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ L ഓഫ് y ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി വെച്ചു. y2 സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേമാതിരി നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് കാണിക്കേണ്ടത് C1 y1 പ്ലസ് C2 y2 എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് കാണിക്കേണ്ടത്. അതിന് നമ്മൾ L ഓഫ് C1 y1 പ്ലസ് C2 y2 കിട്ടി. നമ്മൾ നമ്മുടെ ഗിവൺ ഇക്വേഷനിൽ yക്ക് പകരം C1 y1 പ്ലസ് C2 y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അതിനെ അറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അത് ചെയ്ത് വന്നപ്പോൾ അതേ സിക്കോട്ട് L ഓഫ് C1 y1 പ്ലസ് C2 y2 സിക്കോട്ട് 0 എന്ന് കിട്ടി. അതുകൊണ്ട് C1 y1 പ്ലസ് C2 y2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ചിലപ്പോൾ നിങ്ങളോട് അത്ര ഇതിൻ്റെ പ്രൂഫ് ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല നിങ്ങളോട് ചിലപ്പോൾ y1 പ്ലസ് y2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് കാണിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ എന്താ നമ്മൾ കണ്ടത്? L ഓഫ് y1 പ്ലസ് y2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കാണിച്ചാൽ മതി. അതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അതിനെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? y1 പ്ലസ് y2 0. അല്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ടെങ്കിൽ 2y1 പ്ലസ് y2 എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രൂഫിൽ എന്തേ വ്യത്യാസം വരുള്ളൂ? ഈ C1ഉം C2 ഒന്നും ഉണ്ടാവില്ല. ഇവിടെ y1 പ്ലസ് y2 എന്ന് എഴുതിയിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. അല്ല ഇപ്പോൾ 2 ആണ്. ഇപ്പോൾ 2y1 ആയിരുന്നെങ്കിൽ 2y1 പ്ലസ് y2 എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഈ C1ന് പകരമൊക്കെ ഒരു 2 ആയിരിക്കും. നമ്മളിവിടെ പുറത്തേക്ക് എടുക്കുന്നത് എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അത്ര വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ പ്രൂഫ് എഴുതാൻ കൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ താഴെ ഒരു റിമാർക്ക് കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ദ എബോവ് തിയറം ഡസ് നോട്ട് ഹോൾഡ് ഫോർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആൻഡ് നോൺ ലീനിയർ ഇക്വേഷൻ. അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒന്നും എന്ത് ചെയ്യില്ല? സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറയുന്നത്. നോൺ ഹോമോജീനിയസിനും നോൺ ലീനിയറിനും ഈ തന്നിരിക്കുന്ന തിയറം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ തിയറം പ്രിൻസിപ്പിൾ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഈ തിയറം വർക്ക് ചെയ്യില്ല. അപ്പോൾ ഏതിന് മാത്രമേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വർക്ക് ചെയ്യുള്ളൂ? അതായത് ഏത് തരത്തിലുള്ള ഇക്വേഷൻ ആണെന്ന് പറയുന്നത്? ഹോമോജീനിയസ് ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇപ്പോൾ എന്ത് ചെയ്യുള്ളൂ? ഇത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. നോൺ ഹോമോജീനിയസിനും നോൺ ലീനിയർ ഇക്വേഷനും ഇത് എന്ത് ചെയ്യില്ല? സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയണത്.